Good morning. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു ഓപ്പറേഷൻസ് ഹോസ്പിറ്റലിലെ പ്രവർത്തന കാര്യങ്ങള് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മൊത്തം നമ്മൾ പറയുന്ന കാര്യമൊക്കെ എന്താ പറയാ സെയിം ആണ്. അതായത് നമുക്കൊരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ, ഓപ്പറേഷൻസ് അവിടെ നടക്കുന്ന ഫങ്ഷൻസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പല മാർഗങ്ങളുണ്ട് നമുക്ക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? നല്ലൊരു പേഷ്യന്റിന്റെ ഔട്ട്കം, ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ. ഇതുപോലെ തന്നെ പോസിറ്റീവ് എംപ്ലോയി എക്സ്പീരിയൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാലാണ് സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ ഒരു പോസിറ്റീവ് അനുഭവത്തിനും പേഷ്യൻസിന്റെ മെച്ചപ്പെട്ട ഒരു ഔട്ട്കം ലഭിക്കുന്നതിനും നമ്മൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് അല്ലെ. അതല്ലേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു സർവീസ് നമ്മൾ കൊടുക്കുക, അതനുസരിച്ച് പേഷ്യൻസിന്റെ ഔട്ട്കം നമുക്ക് പേഷ്യൻസിൽ നമ്മൾ നല്ലൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ, നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ നമുക്ക് അതുപോലെ നല്ലൊരു ഔട്ട്കം കിട്ടും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട ഫെസിലിറ്റി കാര്യങ്ങൾ, പ്രോപ്പർ ടൂൾസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് പ്രവർത്തനങ്ങളോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് സുഗമമാക്കുന്നതിലൂടെ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനും അതുവഴി മെച്ചപ്പെട്ട ഒരു ഇൻകം, ഒരു ഔട്ട്കം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുള്ള പല മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഏതാ? കളക്ട് ആൻഡ് ലിവറേജ് ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡേറ്റ ശേഖരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റാസ് പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ, അപ്പൊ അതിന് പ്രവർത്തന ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ നല്ല ഡേറ്റാസ്, ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞത്? ഓട്ടോമേറ്റ് വെൻ എവർ പോസിബിൾ. സാധ്യമായ എല്ലായിടത്തും ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഈ ഓട്ടോമാറ്റിക് മാനുവൽ പ്രോസസ്സിനെ കുറച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഓട്ടോമാറ്റ് ആക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയി, ഇറർ ഫ്രീ ആയില്ല എല്ലാരും. കമ്പ്യൂട്ടർ ടെക്നോളജി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, എല്ലാ ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തന മേഖലകളും ഓട്ടോമാറ്റ് ആക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? എനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക അല്ലെ. കമ്മ്യൂണിക്കേഷൻ രീതികള് നമ്മൾ പേഷ്യൻസ്, കെയർ ഗീവേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുവഴി ഒരു പേഷ്യന്റ് ഔട്ട്കം, മെച്ചപ്പെട്ട ഒരു പേഷ്യന്റ് ഔട്ട്കം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞ പ്രൊവൈഡ് ടൂൾസ് അല്ലെ. എന്ത് വേണം? എംപ്ലോയി, അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടൂൾസ് വേണം. പ്രൊവൈഡ് ടൂൾസ് ദാറ്റ് മീറ്റ് എംപ്ലോയി വേർ ദേ ആർ. എവിടെ ആയിരുന്നാലും അവർക്ക് ആവശ്യത്തിനുള്ള ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് അടുത്ത് പറഞ്ഞത് അല്ലെ. അതിനകത്ത് എന്താ പറഞ്ഞത്? The truth is many healthcare organizations still use outdated tools. മിക്ക ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഔട്ട്ഡേറ്റഡ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? That simply aren't capable of enabling seamless operation. തടസ്സമില്ലാത്ത പ്രവർത്തനങ്ങള് അല്ലെ പ്രാപ്തമാക്കാനായിട്ട് ഔട്ട്ഡേറ്റഡ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. Why in past? മുമ്പ് എന്തായിരുന്നു? മാനുവൽ ടൂൾസ് മതിയായിരുന്നു അല്ലെ. നമുക്ക് മാനുവൽ ടൂൾസ് മതിയായിരുന്നു. എന്താ? To keep the employee engaged and your organization competitive. ഇപ്പൊ നമുക്ക് ഒരു പണ്ട് മാനുവൽ ടൂൾ മതിയായിരുന്നാൽ, എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യണം? നല്ല ടൂൾസ്, അങ്ങനത്തെ സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ടെക്നോളജി നമ്മള് ഈ ഡിമാൻഡ് ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഇന്നത്തെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എന്താവശ്യമാണെന്നാ പറഞ്ഞേക്കണേ? പണ്ടത്തെ രീതികൾ മതിയോ? മാനുവൽ ടൂൾസ് പോരാ അല്ലെ. ഇപ്പൊ എന്ത് വേണം? മോർ സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി വരാം. നമുക്ക് കൂടുതൽ ടെക്നോളജി, സങ്കീർണമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ടെക്നോളജികള് ഇപ്പോ നമുക്ക് ആവശ്യമാണ്. ഇനി നോക്കിയാൽ നെക്സ്റ്റ് പാരഗ്രാഫ്. പിന്നെ എന്താ നെക്സ്റ്റ് പറഞ്ഞത്? ഇന്റഗ്രേറ്റിംഗ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്.
അതല്ല നമുക്ക് ഇനി എടുക്കാനുള്ളത് അല്ലേ? അതെടുത്തില്ല, നമ്മൾ അവിടെ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി വരെ പറഞ്ഞു നിർത്തിയോളൂ അല്ലെ? ആ ഒരു പാരഗ്രാഫ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്ത് വേണമെന്നാ പറഞ്ഞത് നമുക്ക്? നമുക്ക് എന്ത് വേണം? ദ ഡിമാൻഡ് ഓഫ് ദ ഇൻഡസ്ട്രി നൗ റിക്വയർ. നമുക്ക് ആ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താ, നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി നമുക്ക് ഇപ്പോ പണ്ടത്തെ മാനുവൽ ടൂൾസ് പോരാതെയായി ഇപ്പോ സങ്കീർണമായിട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജികൾ ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കിയേ, ആസ് ടെക്നോളജി ബിക്കം മോർ പെർവാസീവ്. പെർവാസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമായ as technology become more pervasive, both your employee and customer have high expectation for how your business operates, and you will need to adopt your operations to meet the needs of today's health care consumers. അപ്പൊ നമുക്ക് ഈ എന്താ, ഈ ടെക്നോളജി കൂടുതൽ വ്യാപകമായതോടുകൂടി, കൂടുതൽ സങ്കീർണമായതോടുകൂടി നമ്മുടെ എംപ്ലോയി കസ്റ്റമേഴ്സിന് എന്തുണ്ട്? ഉയർന്ന പ്രതീക്ഷയുണ്ട് അല്ലെ? എംപ്ലോയി എന്ന് പറഞ്ഞ സ്റ്റാഫുകള്, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ പേഷ്യൻസ്, ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ, ഉയർന്ന പ്രതീക്ഷകളുണ്ട്. എങ്ങനെ? ഫോർ ഹൗ യുവർ ബിസിനസ് ഓപ്പറേറ്റ്, ഇങ്ങനെ നമ്മുടെ ബിസിനസ് പ്രവർത്തിക്കണം, ഓപ്പറേറ്റ് ചെയ്യണം. ആൻഡ് യു വിൽ നീഡ് ടു അഡോപ്റ്റ് യുവർ ഓപ്പറേഷൻ ടു മീറ്റ് ദ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണം? നീഡ്സ് ഓഫ് ടുഡേ ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ്. അതായത് ഇപ്പൊ ആരോഗ്യ ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്യൂമർ എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകൾ പാലിക്കുന്ന, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പാലിക്കുക, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നിറവേറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമുക്ക് നല്ല ടൂൾസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ പേഷ്യൻസിന്റെ ആവശ്യകതകൾ, അവരെന്താണോ ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ആവശ്യകതകൾ പാലിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. യു വിൽ നീഡ് ടു അഡാപ്റ്റ് യുവർ ഓപ്പറേഷൻ ടു മീറ്റ് ദ എങ്ങനെ നീഡ്സ് ഓഫ് ടുഡേസ് ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, പേഷ്യൻസിന്റെ ആവശ്യകതകൾ, ഇന്നത്തെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങള്, പ്രവർത്തനങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ റോബസ്റ്റ് ടൂൾസ്. റോബസ്റ്റ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുത്തുറ്റ ടൂളുകൾ, കുറച്ചും കൂടി നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റോബസ്റ്റ് ടൂൾസ്. യു വിൽ ഹാവ് യുവർ എംപ്ലോയി വിത്ത് ദ ഇൻഫർമേഷൻ they need to get the job done. അപ്പൊ നമ്മളിങ്ങനെ ഒരു നല്ലൊരു ടൂൾസ് നമ്മൾ ഈ എംപ്ലോയിക്ക്, സ്റ്റാഫിന് നല്ല ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്കടെ ആ എംപ്ലോയീസിന് അവർക്കടെ കാര്യങ്ങള് അവരുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകും. അതായത് അവർക്കടെ ആ ഒരു ജോബ് ഫുള്ളി എന്താ പറയാ പാലിക്കാന്ന് പറയുന്നത് പ്രോപ്പർ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയല്ലേ? അതായത് അവർക്ക് നല്ലൊരു സർവീസ് നമ്മൾ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? പ്രോപ്പർ ടൂൾസ് വേണം. അപ്പൊ കരുത്തുറ്റ നല്ലൊരു ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാഫിന് അവർക്കുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ, ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. Focus on implementing tools that offer fast, easy access to updated schedule, secure access to patient data, and are interoperable with the other core system. ഇപ്പൊ നമുക്ക് patient ഈ നല്ല
ഇൻഫർമേഷൻസ് നമുക്ക് ആ സ്റ്റാഫിന് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു സർവീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങള് നൽകുന്നത് വഴി അല്ലെ അവർക്കിടെ അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂളിലേക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. ഈസി ആക്സസ് ടു അപ്ഡേറ്റഡ് ഷെഡ്യൂൾസ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്നു, പുതിയ ടൂൾസുകൾ അവിടെ കൊണ്ടുവന്നു, ഈസി ആയിട്ട് ഈ സ്റ്റാഫുകൾക്ക് ആ ഡേറ്റ ക്യാച്ച് ചെയ്യാൻ പറ്റൂലേ? നമുക്ക് ആ ഷെഡ്യൂളിലേക്ക് ഈസി ആയിട്ട് പേഷ്യന്റ് ഷെഡ്യൂള് അതിലേക്ക് ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ പ്രവേശിക്കാൻ പറ്റും അല്ലെ? അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂളിലേക്ക് ഫാസ്റ്റ് ആൻഡ് ഈസി ആക്സസ്, വേഗത്തിലും എളുപ്പത്തിലും പ്രവേശിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെക്യൂർ ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ, പേഷ്യൻസിന്റെ ഡേറ്റാസിലേക്ക് സുരക്ഷിതമായിട്ടുള്ള പ്രവേശനം. അതെന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം, അത് വേറെ ആർക്കും ഷെയർ ചെയ്യാനൊന്നും പാടില്ല. പേഷ്യൻസിന്റെ ഡേറ്റ അല്ലെ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അവർ സെക്യൂർ ചെയ്ത് വെച്ചേക്കാം, ആ സിസ്റ്റത്തിന് സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. സെക്യൂർ ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ, ഒരു സുരക്ഷിതമായിട്ട് ആ പേഷ്യന്റ് ഡേറ്റയിലേക്ക് ആക്സസ് ചെയ്യാനും അത് സ്വീകരിക്കാനും പിന്നെ മറ്റ് പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളുമായി പരസ്പരം ഒരു ബന്ധം നിലനിർത്താനും ഇന്റർ ഓപ്പറേറ്റബിൾ വിത്ത് അതർ കോർ സിസ്റ്റം, മറ്റുള്ള സിസ്റ്റങ്ങളുമായി പരസ്പരം എന്നുവെച്ചാൽ അതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. മറ്റു സിസ്റ്റങ്ങളുമായിട്ട് പരസ്പരം ബന്ധം നൽകുന്ന ടൂളുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതാണ് നമ്മളിപ്പോ അവർക്ക് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്ന എന്താ, നമുക്ക് ഈ അവിടുത്തെ സ്റ്റാഫിന് അവരുടെ ജോലി പൂർത്തിയാക്കാനായിട്ട് എന്ത് ചെയ്യണം, കരുത്തുറ്റ ടൂളുകൾ പ്രൊവൈഡ് ചെയ്യണം. എങ്കിലല്ലേ അവർക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ടൂൾസ് വേണം. കരുത്തുറ്റ ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്കിടെ ജോലി പൂർത്തിയാക്കാനായിട്ട് നമുക്ക് അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. അവർക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടും. ആ ഒരു ഇപ്പൊ പണ്ടത്തെ നമ്മൾ ബുക്കിൽ എഴുതി വെക്കുന്നതും ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് നല്ല ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങള് ഓക്കെ ആവണമെങ്കിൽ, നല്ല രീതിയിൽ ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം, പ്രോപ്പർ ടൂൾസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂളിലേക്ക് വേഗത്തിലും ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. പേഷ്യൻസിന്റെ ഡേറ്റയിലേക്ക് സെക്യൂർ ആയിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ള സിസ്റ്റങ്ങളുമായിട്ട് പരസ്പരം ബന്ധം നൽകുന്ന ടൂളുകള് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണേല് എന്ത് ചെയ്യണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ ഹോസ്പിറ്റല് ഇങ്ങനെയൊക്കെയുള്ള ടൂൾസുകള്, നല്ലൊരു കരുത്തുറ്റ ടൂൾസുകള് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫോക്കസ് ഓൺ എന്നുള്ളത് കേട്ടോ. ഫോക്കസ് ഓൺ ഇംപ്ലിമെന്റിംഗ് tools that offer fast, easy access to updated schedule, secure access to patient data, and interoperable with the other core system. ഇതിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. എല്ലാ ദിവസവും എടുക്കുന്നതിന്റെ ഇത്തിരി ടഫാണ്, അതിന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അതന്നെ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ല ഇവിടെ എഴുതി വെച്ചിരുന്നത്. അതിന്റെ ആശയങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തതാണ് ഇന്റഗ്രേറ്റിംഗ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള ആ ഒരു സംവിധാനവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്താ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംയോജിപ്പിക്കുക. ഏത്? നിലവിലുള്ള സിസ്റ്റങ്ങളുമായിട്ട് സംയോജിപ്പിക്കുക. ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം. Chances are your healthcare organization uses multiple systems for tasks like scheduling, payroll, HR and claims. നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതകളുണ്ട്. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പല സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ?
പല സിസ്റ്റംസുകള് പല തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് ഫോർ ടാസ്കുകൾ, പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നതില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പല സിസ്റ്റങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു രീതി മാത്രമല്ല അവർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ലൈക്ക് ഏതൊക്കെ? ഷെഡ്യൂളിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, പേറോൾ എന്ന് പറഞ്ഞാൽ പേറോള് ശമ്പള പട്ടിക, HR ഹ്യൂമൻ റിസോഴ്സ്, അവിടുത്തെ മാൻ പവറിനെ അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എത്രയോ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കുടെ കാര്യങ്ങള്, ക്ലയൻസുകള്, ഇങ്ങനെയുള്ള ടാസ്കുകളില് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പല രീതിയിലുള്ള മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പറയുന്നതും മനസ്സിലാവുന്നില്ലേ? ഒരു ഏകദേശം ഒരു ആശയം കിട്ടുന്നില്ലേ? ഇനി നോക്കി. അപ്പൊ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നിലവിലുള്ള സിസ്റ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? സംയോജിപ്പിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതിനെ സംയോജിപ്പിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതെല്ലാം എന്തിനു നമ്മൾ ചെയ്യുന്നത്? പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യണം? നിലവിലുള്ള സംവിധാനങ്ങളുമായിട്ട് സംയോജിപ്പിക്കുക. അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പല സമ്പ്രദായങ്ങള്, പല ടാസ്കുകൾ ഉണ്ടല്ലോ അവിടെ. ഷെഡ്യൂളിംഗ്, പേറോള്, HR, ക്ലയൻസ് തുടങ്ങിയ പലതരത്തിലുള്ള ടാസ്കുകൾക്ക് പല മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. If these systems are in connected, ഇനി ഈ സിസ്റ്റംസ് പരസ്പരം കണക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? You have to keep track of various sources of truth. നമ്മളിത് ട്രാക്ക് ചെയ്യണ്ടേ? ഇത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണെങ്കിൽ, മൾട്ടിപ്പിൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. മൾട്ടിപ്പിൾ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് പരസ്പരം കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോന്നും ട്രാക്ക് ചെയ്യണ്ടേ അല്ലെ. ഓരോന്നും നമ്മൾ അത് ട്രാക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇത് കണക്റ്റഡ് ആണെങ്കിൽ ഓൾറെഡി പരസ്പരം ഇവിടെ പറയുന്നത് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ ആ ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫർമേഷൻ ആ ഒരു ഇതിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടി. ഇപ്പൊ നമ്മൾ ലാബിൽ ചെന്നു, ടെസ്റ്റ് ചെയ്തു, ആ ഇൻഫർമേഷൻ ആദ്യം നമ്മൾ ക്യാഷ് അടച്ച് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാബിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടത്തേക്ക് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. ലാബിൽ ചെന്ന ടെസ്റ്റുകൾ ഇത് കൊടുത്ത് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് വന്നു. ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അല്ലാതെ പണ്ടത്തെ പോലെ റിപ്പോർട്ട് നമ്മൾ മേടിച്ചുകൊണ്ടൊന്നും വേണ്ട. ഇനി ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ട്രാക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. ടേക്ക് മോർ ടൈം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താവും? ടേക്ക് മോർ ടൈം, കൂടുതൽ സമയം എടുക്കും. ആൻഡ് ഇൻട്രൊഡ്യൂസസ് മോർ ഇറസിൻഡസ് പ്രോസസ് അല്ലെ. കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. അതുപോലെ കൂടുതൽ പെശകുകൾ വരാനുള്ള സാധ്യതയും കൂടുതലല്ലേ ഓരോന്നും നമ്മൾ ട്രാക്ക് ചെയ്തെടുക്കുമ്പോൾ അല്ലേ. കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും, കൂടുതൽ പിശകുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. To increase efficiency and to scale up the business, look for tools that integrate with your principal system and support your end-to-end workflows. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? ഈ എഫിഷ്യൻസി, ടു ഇൻക്രീസ് എഫിഷ്യൻസി, ഹോസ്പിറ്റലിലെ ഈ കാര്യക്ഷമത സ്കെയിലപ്പ് ചെയ്യാൻ വെച്ചാൽ ഉയർത്തുക, വർദ്ധിപ്പിക്കുന്നതിനും to increase efficiency, efficiency വർദ്ധിപ്പിക്കുന്നത്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത്, ആൻഡ് സ്കെയിൽ അപ്പ് ബിസിനസ്, അപ്പൊ ആ ബിസിനസ് ഉയർത്തുന്നതിന് സ്കെയിൽ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുക. എന്ത് ചെയ്യണം? ലുക്ക് ഫോർ ടൂൾസ്. എന്തിനുള്ള ടൂള് നമ്മൾ നോക്കണം? ദാറ്റ് ഇന്റഗ്രേറ്റ് വിത്ത് യുവർ പ്രിൻസിപ്പൽ സിസ്റ്റം ആൻഡ് സപ്പോർട്ട് യുവർ end-to-end workflows. നിങ്ങളുടെ ആ സിസ്റ്റങ്ങളുമായിട്ട് സംയോജിക്കുന്ന ടൂളുകൾക്ക് അല്ലെ, ആ സിസ്റ്റവുമായിട്ട് സംയോജിപ്പിക്കുന്ന ടൂളുകൾക്കായിട്ട് നമ്മൾ നോക്കുക. ഒപ്പം end-to-end workflow അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക. end-to-end എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യേഷൻ മുതൽ കംപ്ലീഷൻ വരെയുള്ള ഫുൾ പ്രോസസ്സ് ആണ്, കംപ്ലീറ്റ് പ്രോസസ് ആണ് end-to-end workflows എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഈ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നത്, ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഇങ്ങനെയുള്ള അല്ലെ നമ്മുടെ പ്രധാന
പ്രധാനപ്പെട്ട ആ ഒരു സിസ്റ്റവുമായി സംയോജിപ്പിക്കുന്ന ടൂളുകൾക്കായിട്ട് നോക്കണം. അങ്ങനെ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ടൂളുകൾക്ക് നോക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ എൻഡ് ടു എൻഡ് വർക്ക്ഫ്ലോയുടെ സപ്പോർട്ട് ചെയ്യണം. അതായത് ഇനിഷ്യേഷൻ മുതൽ നമുക്ക് ഫൈനൽ ആവുന്ന കംപ്ലീഷൻ വരെയുള്ള ഫുൾ പ്രോസസ്സ് അല്ലെ, ആ ഫുൾ ആയിട്ടുള്ള പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ എന്താ പറയാ, അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, ഓക്കെ ആണ്. When the data is available and accurate across a fully integrated tech stack, you will be able to maintain a seamless customer and employee experience. ഇവിടെ നോക്കിയേ, ഈ പൂർണ്ണമായിട്ട് സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ടെക് സ്റ്റോക്ക് ടെക്നോളജി ആണ് കേട്ടോ. കളക്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ടൂൾസ് ആണ് ടെക് സ്റ്റോക്ക് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ടെക്നോളജീസ് ആൻഡ് ടൂൾസ്, ഒരു ടെക്നോളജി ടൂൾസിന്റെ ഒക്കെ ഒരു കളക്ഷൻ, ഒരു കൂട്ടം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയേ, when data is available with accurate across fully integrated tech stock, പൂർണ്ണമായി സംയോജിപ്പിച്ചിട്ടുള്ള ആ ടെക് സ്റ്റോക്കിലുടനീളം നമുക്ക് ലഭ്യമായ ഡേറ്റ നമുക്ക് കൃത്യമാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ ഡേറ്റ കറക്റ്റ് ആണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ എ സീംലെസ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത കസ്റ്റമർ ആൻഡ് എംപ്ലോയി എക്സ്പീരിയൻസ്. എന്ത് കിട്ടും? സീംലെസ് കസ്റ്റമർ ആൻഡ് എംപ്ലോയി എക്സ്പീരിയൻസ്. ഒരു തടസ്സമില്ലാത്ത കസ്റ്റമർ എംപ്ലോയി അല്ലെ, ആ ഒരു സ്റ്റാഫിന്റെ ഇതാണെങ്കിലും പേഷ്യൻസിന്റെ ഭാഗത്താണെങ്കിലും നമുക്ക് തടസ്സമില്ലാത്ത സേവനങ്ങള് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെ? ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ, എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഒരു തടസ്സമില്ലാത്ത സേവനങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. എന്ത്? സീംലെസ്, തടസ്സമില്ലാത്ത കസ്റ്റമർ ആൻഡ് എംപ്ലോയി എക്സ്പീരിയൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. You will also be able to use that data to identify potential area of opportunity within your operation to improve service delivery. Okay, അപ്പൊ ഈ സർവീസ് ഡെലിവറി മെച്ചപ്പെടുത്താൻ, ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാധ്യതയുള്ള മേഖലകൾ ഏതാണ്, പൊട്ടൻഷ്യൽ ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് ആ ഡേറ്റ ഉപയോഗിക്കാം. ഉണ്ടാവും ഡേറ്റ എന്തിനാണ് നമുക്ക് പറഞ്ഞേക്കുന്നതാണ്? യു വിൽ ഓൾസോ ബി ഏബിൾ ടു യൂസ് ദാറ്റ് ഡേറ്റ. എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഏരിയ, സാധ്യതയുള്ള മേഖലകള്. എന്തിന്? ഓഫ് ഓപ്പർച്യൂണിറ്റി വിത്തിൻ യുവർ ഓപ്പറേഷൻ ടു ഇംപ്രൂവ് സർവീസ് ഡെലിവറി. ആ സർവീസ് നമ്മൾ കൊടുക്കുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസ് വിതരണം അല്ലെ, ആ സേവനം അത് മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ആ പ്രവർത്തനങ്ങള് അല്ലെ, നമ്മൾ നടത്തുന്ന ആ ഹോസ്പിറ്റലിലെ പ്രവർത്തന ഓപ്പറേഷൻസ്, അതിന് സാധ്യതയുള്ള മേഖലകളെ തിരിച്ചറിയാനും പൊട്ടൻഷ്യൽ ഏരിയകള് നമ്മൾ തിരിച്ചറിയാനും നമുക്ക് ആ ഡേറ്റ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സാധ്യതയുള്ള മേഖലകള് തിരിച്ചറിയാനും നമുക്ക് ഈ ഡേറ്റാസ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് ഹെഡിങ് എക്സ്പെക്റ്റഡ് ഹർഡിൽസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങള്. ഹോസ്പിറ്റൽ പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെ? എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങള്. ഹോസ്പിറ്റലിൽ പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് ആയിട്ട് അതൊരു പാരഗ്രാഫ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് വായിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Okay, despite the implementation of the National Rural Health Mission, National Rural Health Mission, അവിടെ ഷോർട്ട് ഫോം എന്ന് എഴുതി വെച്ചോ. N6
NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അവിടെ വേണേ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. Despite the implementation of National Rural Health Mission, ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ റൂറൽ പോപ്പുലേഷനിലെ ഗ്രാമീണ ജനതയ്ക്ക് പ്രത്യേകിച്ചും ദുർബലമായിട്ടുള്ള വിഭാഗക്കാർക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു സർവീസ് കൊടുക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ ലഭ്യതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ആ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇപ്പൊ നമുക്ക് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും എന്തുണ്ടായിരുന്നിട്ടും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും നോക്കിയേ, ഓവർ എ പീരീഡ് ഓഫ് 9 years സിൻസ് 2005, 2005 മുതൽ 9 വർഷക്കാലം, 9 years എന്ന് പറയേണ്ടത് 2005 മുതൽ 9 വർഷക്കാലം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും എന്താ, the public health system in the country continues to face a formidable changes. എന്താ ഫോർമിഡബിൾ എന്ന് പറഞ്ഞാൽ ശക്തമായ challenges കേട്ടോ, challenges, formidable challenges, ശക്തമായ വെല്ലുവിളികൾ നേരിടാന്ന്. അതായത് 2005 മുതൽ 9 വർഷക്കാലം നമ്മുടെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്താ രാജ്യത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്ത് ഫേസ് ചെയ്യാണ്? കണ്ടിന്യൂസ് ടു ഫേസ് ഫോർമിഡബിൾ ചാലഞ്ചസ്, ശക്തമായ വെല്ലുവിളികൾ. അതായത് ഹെൽത്ത് കെയറിൽ ഇപ്പൊ നമ്മുടെ ശക്തമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുണ്ടെങ്കിൽ പോലും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഹെൽത്ത് കെയർ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. In that context of plans for rolling out universal health care in the country, this paper analyzed the social, economic and political origins of the major challenges facing public hospitals in India. നമ്മുടെ രാജ്യത്ത് ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികളും ആ പദ്ധതികള് നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആരംഭിക്കുന്നതിനുള്ള ആ ഒരു പദ്ധതികൾ, ആ ഒരു പശ്ചാത്തലത്തില് ഇന്ത്യയിലെ പബ്ലിക് ഹോസ്പിറ്റലുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളുടെ ഇങ്ങനെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഒറിജിൻസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ ഉത്ഭവം ഈ ഒരു പേപ്പർ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് എന്താ പറഞ്ഞത്? യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികളുടെ പശ്ചാത്തലത്തില് ഇന്ത്യയിലെ പബ്ലിക് ഹോസ്പിറ്റൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളുടെ സാമൂഹ്യമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ഒറിജിൻ എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്താണ് ആ ചലഞ്ചസ് എന്നുള്ള ആ ഒരു പേപ്പർ അത് വിശകലനം ചെയ്യുന്നു. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് താഴെ നോക്കിയേ, the view taken there holds the class nature of the ruling classes. എന്താ അവിടെ കാര്യം? അവിടത്തെ ഭരണവർഗങ്ങളുടെ ആ ഒരു റൂളിംഗ്, അവരുടെ ആ ഭരണ സ്വഭാവവും അവരുടെ ഒരു നേച്ചർ. The view taken therein holds the class nature of the ruling classes. അവിടെ ഭരണവർഗക്കാരുടെ ആ നേച്ചർ, അതുപോലെ അവർ നോക്കി in the country and the development paradigm pursued by them as being at the root of the present problem being faced by the public hospital. ആ രണ്ട് കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. എന്താണ് അത് പറയുന്നത്? ആ നമ്മള് പബ്ലിക് ഹോസ്പിറ്റലുകള് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ പ്രസന്റ് പ്രോബ്ലം, അതിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് എന്താ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേതാ
class nature of the ruling classes. അന്നത്തെ ഭരണവർഗക്കാരുടെ സ്വഭാവം. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? അവര് പിന്തുടരുന്ന ഒരു മാതൃക, പാരഡിയം എന്ന് പറഞ്ഞാൽ ഒരു മാതൃക, മോഡല്. പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, പിന്തുടരുക. രണ്ട് കാര്യങ്ങളാട്ടോ. പാരഡിയം persuaded by them are being at the root of the present problem faced by the public hospital. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആ പാരഗ്രാഫിൽ എന്താണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതി വെക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നമ്മുടെ ഈ ഒരു പബ്ലിക് ഹോസ്പിറ്റലുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് അവരുടെ ഭരണവർഗക്കാരുടെ സ്വഭാവവും അവര് പിന്തുടരുന്ന മാതൃകയും. അണ്ടർലൈൻ ചെയ്ത രണ്ട് കുഞ്ഞ് കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് ദ പ്രസന്റ് പ്രോബ്ലം ബീങ് ഫേസ്ഡ് ബൈ ദ പബ്ലിക് ഹോസ്പിറ്റൽസ്. The suggested solution are in tune with these realities. ഈ പ്രശ്നങ്ങള് കണ്ട, the suggested solution are in tune. Tune എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. ഈ കാര്യങ്ങള്, ഈ അവര് പറഞ്ഞ ആ സൊല്യൂഷൻ, the suggested solution, നിർദ്ദേശിച്ച ആ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കണം? ആ റിയാലിറ്റി, യഥാർത്ഥവുമായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. യഥാർത്ഥ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം അതിനുള്ള സൊല്യൂഷൻ. അപ്പൊ പബ്ലിക് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത്. അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അത് അവിടുത്തെ റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. ഹെൽത്ത് കെയർ ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ്. ഇനി അവിടെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തേക്കണേ, അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഹെൽത്ത് കെയർ ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് പ്രൊവൈഡിങ് മെഡിക്കൽ പ്രോഡക്ട്സ്. മെഡിക്കൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക, equipments and services to protect, extend or increase the quality of patient life. That is health care. Health care നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്താണ്? പേഷ്യൻസിന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും, to protect, സംരക്ഷിക്കുക, extend, വിപുലീകരിക്കുക, or increase, വർദ്ധിപ്പിക്കുക. എന്ത്? ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് ലൈഫ് എന്ന് പറഞ്ഞേക്കുന്ന ബാക്കിൽ നിന്ന് നോക്കിയേ. പേഷ്യൻസിന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിനും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കുന്നതിനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനും എന്ത് വേണമെന്ന് പറഞ്ഞേക്കണേ? അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ പ്രൊഡക്ട്സ്, എക്യുപ്മെന്റ്സ്, സർവീസസ്, അല്ലെ, സേവനങ്ങൾ എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഇതാണ് ഹെൽത്ത് കെയർ. ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് പ്രൊവൈഡിങ് മെഡിക്കൽ പ്രൊഡക്ട്സ്, എക്യുപ്മെന്റ്സ്, സർവീസസ്. പ്രൊവൈഡ് ചെയ്യുന്നു എന്തിനു വേണ്ടി? to protect, extend or increase the quality of patient life. Underline ചെയ്ത ആ സെന്റൻസ്. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ ആ ഒരു ലൈഫ് അത് സംരക്ഷിക്കുക, വിപുലീകരിക്കുക, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ മെഡിക്കൽ പ്രൊഡക്റ്റുകൾ, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ, സേവനങ്ങൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. Increasingly, the industry encompasses a network of expertise, interrelated providers with a different area or coordinated to verify the degrees to keep us healthy. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന അവിടെ? നമുക്ക് വിവിധ മേഖലകളിലുള്ള പരസ്പര ബന്ധമുള്ള പ്രൊവൈഡേഴ്സ്, ആരോഗ്യത്തോടെ ആ പ്രൊവൈഡേഴ്സ് അവർ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അളവ് പോലെ അവിടെ നമ്മൾ ഏകോപിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു? ഇൻക്രീസിംഗ്ലി ദ ഇൻഡസ്ട്രി എൻകംപാസസ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക. നെറ്റ്വർക്ക് ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞ നൈപുണ്യത്തിന്റെ. Interrelated providers with a different area are all coordinated to verify degree to keep us healthy. Then
The Global Industry Classification Standard GICS breaks the space into two broad subgroups. ഇതിന് രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് അവിടെ തിരിച്ചേക്കുന്നത്. അതായത് നമുക്ക് പറഞ്ഞേക്കുന്നത് ഈ നമുക്ക് അവിടെ പലതരത്തിലുള്ള നെറ്റ്വർക്കുകൾ എക്സ്പേർട്ടേഴ്സിന്റെ വർദ്ധിച്ചു വരുന്ന വ്യവസായത്തിന്റെയും ഒക്കെ വിവിധ തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ ഉൾക്കൊള്ളുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് increasingly the industry encompasses the network of expertise, interrelated providers with a different area. ഇതിന്റെ ഒക്കെ ഒരു വലിയൊരു നെറ്റ്വർക്കുകള് ഈ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഉണ്ടോ? അതെന്തിനാണ്? ടു കീപ് us healthy, ടു ഐഡിയ ഓൾ കോർഡിനേറ്റഡ്, പരസ്പരം കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാൻ, ടു വെരിഫൈ ദ ഡിഗ്രി ടു കീപ് us healthy. അതായത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ഏരിയയിലുള്ള പരസ്പര ബന്ധമുള്ള പ്രൊവൈഡേഴ്സ്, നെറ്റ്വർക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, എക്സ്പെർട്ടൈസിന്റെ ഒരു ശൃംഖലകള് ഇതെല്ലാം ആ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഉൾക്കൊള്ളുന്നു. ഗ്ലോബൽ ഇൻഡസ്ട്രി, ആ ഒരു വ്യവസായം, ആ ഒരു ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് GICS, അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഗ്ലോബൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇതിനെ രണ്ടായിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് കെയർ എക്യുപ്മെന്റ് ആൻഡ് സർവീസസ്. ഒന്നാമത്തെ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് കെയർ എക്യുപ്മെന്റ്സുകള്, സർവീസുകള്. Then ഫാർമസ്യൂട്ടിക്കൽസ്, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്. അതാണ് അടുത്തൊരു സെക്ഷൻ. ഹെൽത്ത് കെയർ എക്യുപ്മെന്റ്സ് ആൻഡ് സർവീസസ് അല്ലെ. നമുക്ക് എന്താണ് ഈ എക്യുപ്മെന്റ്സുകൾ? നമുക്ക് ഈ എന്താ ഡിവൈസസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യാൻ, ട്രീറ്റ്മെന്റ് നടത്താൻ അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് അല്ലെ, ടൂൾസ് ആൻഡ് ഡിവൈസസ്. അതാണ് ഹെൽത്ത് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള സേവനങ്ങളും കൊടുക്കാം. ഇനി ഫാർമസ്യൂട്ടിക്കൽസ് റിലേറ്റഡ് ടു മെഡിക്കൽ ഡ്രഗ്. ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡ്രഗ്സുമായിട്ട്, മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ബയോടെക്നോളജി എന്താ? ബയോടെക്നോളജി എന്താ? ബയോടെക്നോളജി ലിവിങ് ഓർഗാനിസംസ് അതിന്റെ പാർട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്, സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ലൈഫ് പ്രോസസ് ആണ് ലൈഫ് സയൻസ്. ഇങ്ങനെ രണ്ട് ഇൻഡസ്ട്രീനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് GICS. ഇതിനെ ഈ സ്പേസ് ഇതിനെ രണ്ട് സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. രണ്ടും ഒന്ന് നോക്കി വെക്കട്ടെ ഏതൊക്കെയാണെന്നാണ്. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കകൾ. ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നങ്ങളും ആശങ്കകളും. In order to meet the growing demand for health service with improved access, മെച്ചപ്പെട്ട ഒരു പ്രവേശനം അറിയാം. കോസ്റ്റ് കൺട്രോൾ, നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ചെലവ് നിയന്ത്രിക്കുക. ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. മെച്ചപ്പെട്ട ഒരു പ്രവേശനം, ചിലവുകള്, കോസ്റ്റിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഇൻക്രീസ് വർദ്ധിച്ച ഉൽപാദനക്ഷമത എന്നിവയ്ക്കൊപ്പം ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഇപ്പത്തെ ഒരു നീഡ് എന്ന് പറയുന്നത്, ഒരു ആവശ്യം എന്ന് പറയുന്നത് അല്ലെ. എന്നിവയുടെ ഒപ്പം തന്നെ ആരോഗ്യ സേവനത്തില് നമുക്ക് ഹെൽത്ത് സർവീസില് ഇപ്പോൾ ആവശ്യങ്ങൾ, ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. In order to meet the growing demand for health service, ഇതിനകത്ത് ഈ ഹെൽത്ത് സർവീസില് ഈ ആരോഗ്യ ഒരു പരിചരണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽത്തില് അതിന്റെ ഒരു ആവശ്യകതകൾക്ക് നമുക്ക് ആ പേഷ്യൻസിലേക്ക് ഉള്ള പ്രവേശനം അത് മെച്ചപ്പെടുത്തുക,
കോസ്റ്റുകൾ അതിനെ നിയന്ത്രിക്കുക, ഉൽപാദനക്ഷമത കൂട്ടുക എന്നിവയ്ക്കൊപ്പം തന്നെ ഈ ആരോഗ്യ സേവനത്തിനുള്ള ആവശ്യകതകളും കൂടുന്നു. ഗ്രോയിങ് ഡിമാൻഡ്. അപ്പൊ ഹെൽത്ത് ഇൻഡസ്ട്രി ഓരോ ദിവസം ചെല്ലുന്തോറും എന്താ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എന്താണ് ആ ഡിമാൻഡ് ആവശ്യകതകളും കൂടുന്നു. ഇറ്റ് വിൽ ബി നെസസറി ടു റീഓർഡർ. എന്ത് ചെയ്യണം? പുനഃക്രമീകരിക്കണം. റീഓർഡർ പുനഃക്രമീകരിക്കാം ദ കറണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നതാണെങ്കിലും ആ ഒരു സംവിധാനം സിസ്റ്റം അതിന് എന്ത് ചെയ്യണം? പുനഃക്രമീകരിക്കണം. എന്താ? ഈ ഹെൽത്ത് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതിനെ മീറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടോ എന്താ പറഞ്ഞേക്കണം ഫസ്റ്റ് സെന്റൻസ്? ഇൻ ഓർഡർ ടു മീറ്റ്. എന്ത് മീറ്റ് ചെയ്യണമെങ്കിൽ? പാലിക്കണമെങ്കിൽ ഗ്രോയിങ് ഡിമാൻഡ്, വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ്. എവിടെ? ഫോർ ഹെൽത്ത് സർവീസസ് വിത്ത് ഏതിന്റെ കൂടെ? ഇംപ്രൂവ്ഡ് അസസ്, കോസ്റ്റ് കൺട്രോൾ, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇതിന്റെ ഒപ്പം തന്നെ ഹെൽത്ത് സർവീസിന്റെ വളർന്നു വരുന്ന ആവശ്യകതകൾ പാലിക്കണമെങ്കിൽ എന്ത് വേണം? പണ്ടത്തെ സിസ്റ്റം വെച്ചോണ്ടിരുന്നാ മതിയോ? നമ്മുടെ കറണ്ട് സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം? നമ്മള് റീഓർഡർ ചെയ്യണം, പുനഃക്രമീകരിക്കണം. ഇപ്പോൾ ഉള്ള സിസ്റ്റം, നിലവിലുള്ള ആ സമ്പ്രദായത്തിനെ പുനഃക്രമീകരിക്കണം. സിസ്റ്റം ഫോർ പ്രൊവൈഡിങ് ദീസ് സർവീസസ് ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ്. ഇവിടെ പറയുന്നത് ഈ പോയിന്റ്സുകൾ പറഞ്ഞേക്കുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങള്, ഇപ്പോ കറണ്ട് ഇഷ്യൂ ആണ്. ഇപ്പോൾ ഹെൽത്ത് ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട്, അതിനെ തരണം ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് ഹെൽത്ത് സിസ്റ്റത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ റീഓർഡർ ചെയ്യാം. അവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ആ പോയിന്റ്സ് ആണ്. എന്താണ് ആ പോയിന്റ്സ് എന്നാ പറയുന്നത്? നമ്മുടെ കറണ്ട് ഇഷ്യൂസ്, ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ, ഹെൽത്ത് ഇൻഡസ്ട്രിയില് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ, തരണം ചെയ്യണമെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തില് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ റീഓർഡർ ചെയ്യണം, അതിന് പുനഃക്രമീകരിക്കണം. കണ്ടോ? കറണ്ട് സിസ്റ്റത്തിന്റെ ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം സമ്പ്രദായങ്ങളെ പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്നാ പറഞ്ഞേക്കണേ. ഇറ്റ് വിൽ ബി നെസസറി ടു റീഓർഡർ ദ കറണ്ട് സിസ്റ്റം ഫോർ പ്രൊവൈഡിങ് ദീസ് സർവീസസ്. അത് നോക്കിയാ അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഹെൽത്ത് മസ്റ്റ് റിമെയിൻ ഹൈ ഓൺ ദ സ്കെയിൽ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രയോറിറ്റീസ്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മുൻഗണന. നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള മുൻഗണനകളുടെ തോതില് എന്തുകൂടി നമ്മൾ റിമെയിൻ ചെയ്യണം? ഹെൽത്ത്, ആരോഗ്യവും ഉയർന്ന നിലയിലായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ റീഓർഡർ ചെയ്യണ്ടേ ഹെൽത്ത് ഇൻഡസ്ട്രി? നമ്മളിപ്പോ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങളും ആശങ്കകളും ആണ് പറയുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ എന്ത് വേണം? ഇപ്പോ ഉള്ള പ്രശ്നങ്ങളെ റീഓർഡർ ചെയ്യണം. നമ്മൾ അതിനെ പുനഃക്രമീകരണം. ഇനി ഇങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ അത് റീഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ? ഈ കാര്യങ്ങൾ നമ്മൾ പുനഃക്രമീകരിക്കണം. അതായത് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് അതവിടെ നമ്മൾ റീഓർഡർ ചെയ്യുമ്പോൾ. എന്താണ് ഒന്നാമത്തെ? ഹെൽത്ത് മസ്റ്റ് റിമെയിൻ ഹൈ ഓൺ ദ സ്കെയിൽ. കേട്ടോ? ആരോഗ്യം, അതിനെ മറന്നു പോരുത് നമ്മള്. അതല്ല പ്രധാനം. ഹെൽത്ത് എന്ന് പറയുന്നത് ഉയർന്ന നിലയിലായിരിക്കണം. ഇവിടുത്തെ പോപ്പുലേഷന്റെ ആളുകളുടെ ഹെൽത്ത് എപ്പോഴും ഒരുപടി മുന്നിൽ തന്നെ നിൽക്കണം. ഏത് വർദ്ധിക്കുന്ന സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് മുൻഗണനകൾക്കൊപ്പം ആരോഗ്യം ഉയർന്ന നിലയിലായിരിക്കണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇനി രണ്ടാമത്തെ നോക്കിയേ.
സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് മുൻഗണനകൾ, സാമൂഹ്യമായിട്ടുള്ള, രാഷ്ട്രീയമായ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കുന്നതോടുപോലെ തന്നെ ആരോഗ്യവും ഉയർന്ന നിലയിലായിരിക്കണം. അതിന് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഇനി new money alone will not guarantee either the capacity or effectiveness of the current health system. Okay, പണം മാത്രല്ല, കണ്ടോ, നിലവിലെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി, നിലവിലെ നമ്മള് കപ്പാസിറ്റി ഓർ എഫക്റ്റീവ്നെസ് ഓഫ് ദ കറണ്ട് ഹെൽത്ത് സിസ്റ്റം, നിലവിലെ ആരോഗ്യ സംവിധാനത്തിന്റെ ആ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫലപ്രാപ്തി ശേഷിയോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി, ഉറപ്പ് നൽകുന്നില്ല. അപ്പൊ പൈസയുടെ മാത്രല്ല, ന്യൂ മണി എലോൺ വിൽ നോട്ട് ഗ്യാരണ്ടി, ഇത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ, ഈ ഹെൽത്ത് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, കപ്പാസിറ്റി ഓർ എഫക്റ്റീവ്നെസ്, അത് നമ്മൾ ഉറപ്പ് നൽകണം. ഇനി മൂന്നാമത്തെ, health care is too often delivered at the time and place and in a way convenient to the provider rather than consumer. അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് നമ്മള് പണം മാത്രല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് കുറച്ച് പൈസ മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക, പൈസ മാത്രം. അപ്പൊ അതിന്റെ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കപ്പാസിറ്റി നമുക്ക് പണത്തിൽ മാത്രം ഗ്യാരണ്ടി ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ പണത്തിൽ മാത്രം നമുക്ക് ഇപ്പൊ നമ്മൾ കുറെ ക്യാഷ് കൊടുത്തു എന്ന്, ഇപ്പൊ ഇത്രയും രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിലവിലെ ഹെൽത്ത് സിസ്റ്റം നമുക്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഉറപ്പ്, അതിന്റെ ഫലപ്രാപ്തി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന രീതിയിലാണോ? ഇതാണ് അവിടെ നമ്മളോട് ഒരു ഇതായിട്ട് ചോദിച്ചേക്കാണ് അവിടെ. ഇപ്പൊ നമ്മൾ 10 രൂപ കൊടുത്തു, ആ 10 രൂപയുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടണം അവിടെ, അല്ലെ? പണം മാത്രം നമുക്ക് നിലവിലുള്ള, അല്ലെങ്കിൽ പണം കൊണ്ട് മാത്രം നിലവിലുള്ള ആ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തിയോ ശേഷിയോ പണം കൊണ്ട് മാത്രം ഉറപ്പ് നൽകുന്നില്ല എന്ന്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ആ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മള് എന്താ പറയാ, അതിന് നമ്മളൊരു ആ കാര്യം നമ്മൾ അവിടെ ഓർക്കണം. പണം എന്നുള്ളത് മാത്രല്ല, പൈസ കൊണ്ട് മാത്രല്ല, ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് ഉറപ്പെന്ന് മാത്രല്ല, നമ്മുടെ പണത്തിനേക്കാളും നമ്മൾ അവിടെ ആ ഹെൽത്ത് സിസ്റ്റം, ആരോഗ്യ സംവിധാനത്തിന്റെ ആ ഫലപ്രാപ്തി, അതിന് നമ്മൾ അതേക്കുറിച്ച് നമ്മൾ അവിടെ ഓർക്കണം. ഒന്നാമത്തെ ഹെൽത്തിന്റെ കാര്യം നമ്മൾ വേണം, രണ്ടാമത്തെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തി, കപ്പാസിറ്റി നമുക്ക് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത് എന്താ, ഹെൽത്ത് കെയർ ഈസ് ടു ഓഫൺ ഡെലിവേർഡ് അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ് ആൻഡ് ഇൻ എ വേ കൺവീനിയന്റ് ടു ദ പ്രൊവൈഡർ റാദർ ദാൻ കൺസ്യൂമർ. ഹെൽത്ത് സിസ്റ്റം പലപ്പോഴും പല സമയത്തും ഡെലിവർ ചെയ്യുന്നു, വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഹെൽത്ത് സിസ്റ്റം ഈസ് ടു ഓഫൺ ഡെലിവേർഡ് അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ്, പല ടൈമിലും പ്ലേസിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻ വേ കൺവീനിയന്റ്, സൗകര്യപ്രദം, എങ്ങനെയാ, ടു ദ പ്രൊവൈഡർ റാദർ ദാൻ കൺസ്യൂമർ. എന്താ, കൺസ്യൂമറിനെ നമുക്ക് ഇതൊക്കെ കൺവീനിയന്റ്, ആർക്ക് സൗകര്യപ്രദമായിരിക്കണം, ടു ദ പ്രൊവൈഡർ, ആരെക്കാളും, റാദർ ദാൻ കൺസ്യൂമർ, കൺസ്യൂമറിനെക്കാളും, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെക്കാളും പ്രൊവൈഡേഴ്സിന് സൗകര്യപ്രദമായ രീതിയിലായിരിക്കണം. എങ്കിലാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് സർവീസ് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് അവിടെ ഏതാണ് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ സ്റ്റാഫിന് കൺവീനിയന്റ് ആയിരിക്കണം. എന്നാലാണ് നമ്മൾ അവിടെ എന്താ പറയാ, ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു കൺസൾട്ടേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പക്ഷെ ആ സർവീസ് ഡെലിവറിയില്, ഡെലിവറി ചെയ്യുന്നതില് നമുക്ക് അവിടെ കൺവീനിയന്റ്, സൗകര്യപ്രദം, ആർക്ക്, ഈ പ്രൊവൈഡേഴ്സിന് സൗകര്യപ്രദമായ രീതിയിലായിരിക്കണം, റാദർ ദാൻ കൺസ്യൂമർ. ശരിയല്ലേ? അല്ലേ?
നമ്മൾ ആ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ സൗകര്യപ്രദമാണെങ്കിൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താലാണ് അവർക്ക് നല്ലൊരു സർവീസ് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡെലിവറി കാര്യത്തില് കൺസ്യൂമറിനെക്കാളും നമ്മൾ ആർക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? പ്രൊവൈഡേഴ്സിന് കൊടുക്കണം. കൺസ്യൂമറിനെക്കാളും പ്രൊവൈഡേഴ്സിന് സൗകര്യപ്രദമായിട്ടുള്ള രീതി പറയുന്നു. ദെൻ മാൻ പവർ, അതൊറ്റ ഇതാട്ടോ, മാൻ പവർ എന്നല്ല, മാൻ പവർ പ്രൊഡക്ഷൻ. മാൻ പവർ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ പ്രൊഡക്ഷൻ ഫോർ ദ ഹെൽത്ത് ഇൻഡസ്ട്രി മസ്റ്റ് അഡാപ്റ്റ് ന്യൂ methods of training and licensure in order to provide more flexible use of valuable human resources. Licensure. ഓക്കെ, നമുക്കൊരു നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് വേണം. അതായത് ഒരു വലിയൊരു ഹോസ്പിറ്റല് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടത്തെ നല്ലൊരു പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ്. അതിനുള്ള മാൻ പവർ വേണം. HR ഒക്കെ നമ്മൾ പഠിച്ചല്ലേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ച് തേർഡ് മോഡ്യൂളിൽ നമ്മൾ വലിയൊരു ചാപ്റ്റർ പഠിച്ചതാണ് HCL അല്ലെ. മാൻ പവറിന്റെ ഒരു ആവശ്യകത അല്ലെ, മൂല്യവത്തമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു ഉപയോഗം പ്രദാനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ഹെൽത്ത് ഇൻഡസ്ട്രിക്ക് എന്ത് വേണം? ട്രെയിനിങ്. അതെ, കണ്ടോ, മസ്റ്റ്, ഹെൽത്ത് ഇൻഡസ്ട്രി മസ്റ്റ് അഡാപ്റ്റ്. ആ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ത് അഡാപ്റ്റ് ചെയ്യണം? പുതിയ ട്രെയിനിങ്ങുകള്, അല്ലെ, പുതിയ ട്രെയിനിങ്, അത് ലൈസൻസിന്റെ പുതിയ രീതികള് അവിടെ ഹെൽത്ത് ഇൻഡസ്ട്രി അഡോപ്റ്റ് ചെയ്യണം. ഈ മാൻ പവർ പ്രൊഡക്ഷൻ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് മാൻ പവർ വേണം. അപ്പൊ മാൻ പവറിന്റെ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവര് കൂടുതൽ നല്ല ഫ്ലെക്സിബിൾ നമുക്ക് കുറച്ചും കൂടി അയവുള്ള രീതിയിൽ അല്ലെ, വാല്യുബിൾ ഹ്യൂമൻ റിസോഴ്സ് നമുക്കത് എന്താ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നെങ്കിൽ അവർക്ക് എന്ത് വേണം? അവര് അതിന് കൂടുതൽ ട്രെയിനിങ്, ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുക്കണം. എനിക്ക് മാത്രമാണ് എന്താ നല്ലൊരു മാൻ പവർ മാനേജ്മെന്റ് അവിടെ ഉണ്ടാവുള്ളൂ. എങ്കിലാണ് നല്ലൊരു മാൻ പവറിലൂടെ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാൻ പവറിന്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും, പുതിയ മോഡ്സ് ഓഫ് ട്രെയിനിങ്ങുകൾ, അഡാപ്റ്റ് പുതിയ രീതികൾ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ മാൻ പവറിനെ അപ്പൊ ട്രെയിനിങ്ങുകൾക്ക് കൊടുക്കുമ്പോൾ അവര് അതിലൂടെ ഓക്കെ ആകും. അങ്ങനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സ്, ഈ ഹോസ്പിറ്റലിലെ റിസോഴ്സുകള്, വിഭവങ്ങള് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി മാനേജ്ഡ് സെൻട്രലി ബൈ ഏരിയ. എങ്ങനെയായിരിക്കണം? ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇതിലായിരിക്കണം. വൈഡ് ആൻഡ് സ്റ്റേറ്റ് കോംപ്രഹെൻസീവ് ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസീസ്. ഹെൽത്ത് പ്ലാനിംഗ് ഒരു സമഗ്രമായിട്ടുള്ള ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസി വഴി, അതായത് നമുക്ക് അങ്ങനെ ഒരു സെൻട്രലി മാനേജ് ചെയ്യണം റിസോഴ്സ് ഷുഡ് ബി മാനേജ് സെൻട്രലി ബൈ ഏരിയ. Wide and state comprehensive health planning agency. റിസോഴ്സ് അലോക്കേഷൻ കേന്ദ്രീകൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അത് ആരാണ്? ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസികളാണ്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇനി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഷുഡ് ബി എംപവേർഡ്. എംപവർ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുക, ശക്തിപ്പെടുത്തുകയാണ് കേട്ടോ. Decision making process should empower the consumer more and be provided a greater range of choice among alternative forms of health service. ഇനി ഈ ഹോസ്പിറ്റലിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അത് കൺസ്യൂമറിനെ ശക്തിപ്പെടുത്തുക, അവർക്ക് തീരുമാനിക്കാം അല്ലെ ഏത് ഹോസ്പിറ്റല് ചൂസ് ചെയ്യണം, ഏത് ട്രീറ്റ്മെന്റ് അത് എങ്ങനെ എടുക്കണം. ആ ഡിസിഷൻ പ്രോസസ്സില് കൺസ്യൂമറിനെ, അതായത് പേഷ്യൻസിനെ ശക്തിപ്പെടുത്തുക.
കൺസ്യൂമറിനെ ശക്തിപ്പെടുത്തുക. അതായത് നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് പറയാം എന്താ, നല്ല സർവീസ് കിട്ടും, നല്ല ഹെൽത്ത് കെയർ കിട്ടും എന്നുള്ളത് ആ ഒരു വിശ്വാസം നമ്മൾ കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കിയേ, ദിസ് ഡിസിഷൻ മേക്കിംഗ് പവർ ടുഗദർ വിത്ത് ഇനഫ് ഇൻഫർമേഷൻ to make the purchase of healthcare a meaningful decision may lead to some new questions pertaining to healthcare. വലിയ സെന്റൻസ് പക്ഷെ കുഞ്ഞു കാര്യം പറഞ്ഞേക്കണേ. അപ്പൊ എന്താ പറഞ്ഞത്, ഡിസിഷൻ തീരുമാനമെടുക്കാനുള്ള കാര്യത്തില് നമ്മൾ കൺസ്യൂമറിനെ ശക്തിപ്പെടുത്തണം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഹെൽത്ത് കെയർ കിട്ടും എന്ന് അവർക്ക് ഒരു ഉറച്ച വിശ്വാസം കൊടുക്കണം. ഈ അതായത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ചോയ്സ് ആണ്, പല ചോയ്സ് ഉണ്ട് അല്ലെ. അതിന്ന് നമ്മള് പേഷ്യൻസ് ആണ് ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നത് അല്ലെ, ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, അപ്പൊ അവര് നല്ല ഇത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പല ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുക്കണം, ആൻസർ ചെയ്യേണ്ടി വരും. ആര്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ അവര് പല ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യണം, ആൻസർ ചെയ്യേണ്ടി വരും. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഏത് രീതിയിലുള്ള സർവീസ് നമ്മൾ കൊടുക്കണം, നമ്മള് ഈ പേഷ്യൻസിന് നമ്മൾ ശക്തിപ്പെടുത്തുക അല്ലെ. നമ്മുടെ ഡിസിഷൻ, ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സർവീസ് കിട്ടും എന്ന് നമ്മൾ തീർത്ത് പറയാണ്. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, അങ്ങനെ ആ ഒരു ഇത് നമ്മള് പേഷ്യൻസിന് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അതുപോലെയുള്ള സർവീസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യണം, പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഏത്, എങ്ങനെയുള്ള സർവീസ് നമുക്ക് കൊടുക്കാം അല്ലെ, ഏത് രീതിയിലുള്ള സർവീസ് നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടി വരും എന്നുള്ള പല ചോദ്യങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻസർ നൽകേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്താണ്, നല്ലൊരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പെർട്ടൈനിങ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, അവര് ആ ഏത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് പുതിയ ക്വസ്റ്റ്യൻസ്, അതിന് നമ്മളൊരു മീനിങ് ആയിട്ടുള്ള തീരുമാനം അവരെടുക്കേണ്ടി വരും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ പോയിന്റ്സിൽ പറഞ്ഞേക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമറിനെ ശക്തിപ്പെടുത്തുക, നല്ല സർവീസ് കിട്ടും എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡേഴ്സിന് ഉറപ്പ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഉറപ്പ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, ഈ നമുക്ക് ഈ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യണം, പല ചോദ്യങ്ങൾക്കും ആൻസർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഏതുമായിട്ട്, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള സർവീസ് നമ്മൾ കൊടുക്കണം, ഏതൊക്കെ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെ പല ചോദ്യങ്ങൾക്കും അവര് ആൻസർ കണ്ടെത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ അങ്ങനെയുള്ളൊരു സർവീസ് കൊടുത്ത് ആ കൺസ്യൂമർ അതായത് പേഷ്യൻസിനെ ശക്തിപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും വായിച്ചു വെച്ചേക്കുക. ഇതിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. ജീവിതത്തിലൊക്കെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു ചാപ്റ്റർ വൈസ് ചെയ്യാം കേട്ടോ. റിവിഷൻ സമയത്ത് ഇതിനുള്ള വേർഡ്സുകളൊക്കെ നമുക്ക് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.